അസ്സലാമു അലൈക്കും. വെറുതെ ഒരു കാര്യമില്ലാതെ കുറേ പണം ചിലവാക്കാൻ പോവാണ്. അല്ലാതെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല. മാഷിന് വേണമെങ്കിലേ എന്തും പറയാം. നിങ്ങൾക്ക് പ്രായം എത്രയെന്ന് ഞങ്ങളെ വിചാരം? നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്? കുറേ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചതല്ലേ? നബീസു പറഞ്ഞത് കേട്ട് മൊയ്തീൻ ഹാജി അല്പം ദേഷ്യത്തോടെ അവരെ നോക്കി. എന്നെ നോക്കി പേടിപ്പിച്ചിട്ടേ ഒരു കാര്യമില്ല. ആയ കാലത്ത് നിങ്ങളെ നോക്കിയിട്ട് ഞാൻ പേടിച്ചിട്ടില്ല. എന്നിട്ടാ പൊങ്ങൾ. ഒന്നും മിണ്ടാതിരിക്കേ. എല്ലാം കേട്ടുകൊണ്ടിരുന്ന ആബിദ പെട്ടെന്ന് ഇടപെട്ടു. ഉപ്പ മനസ്സാലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അവൾക്കും ദേഷ്യം തോന്നിയിരുന്നു. ഉപ്പാൻ്റെ പ്രായം വെച്ച് ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. ഹോസ്പിറ്റലുകളിൽ പോയാൽ അവർ ഒരുപാട് ടെസ്റ്റുകൾ നടത്തും. എന്നിട്ട് നല്ല വിലയേറിയ ഏതെങ്കിലും ചികിത്സയും പറയും. കുറേ പണം ചിലവാക്കാമെന്നല്ലാതെ ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല എന്ന് അവൾക്ക് തോന്നി. ആ മാഷ് പറഞ്ഞത് കേട്ടാൽ ലക്ഷങ്ങൾ ചിലവാകുന്ന ചികിത്സയാണ്. ഉപ്പയുടെ അക്കൗണ്ടിൽ കുറേ പണം ഉണ്ട് എന്ന കാര്യം അവൾക്കും അറിയാം. ഉപ്പയുടെ മരണശേഷം അതെല്ലാം മക്കൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. എല്ലാം ആ മാഷിൻ്റെ കളിയാണ്. അയാളിനി ഇങ്ങോട്ട് വരട്ടെ. ഒന്നും പറയാൻ പോകണ്ട. ഒരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കേണ്ട കാര്യമില്ലേ ഉള്ളൂ. അയാൾ കൊണ്ടുപോയി കാണിച്ചു വരട്ടെ. കഴിഞ്ഞ തവണ ഇക്ക ലീവിന് വന്നപ്പോൾ ഡോക്ടർമാരോട് പോയി സംസാരിച്ചത് ഓർമ്മയില്ലേ? ഉപ്പാക്കും അത് ഓർമ്മയില്ലേ? മൊയ്തീൻ ഹാജി പതിയെ തലയാട്ടി. അപ്പോഴൊക്കെ അയാൾ മനസ്സിലോർത്തത് സാബി ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മാത്രമാണ്. അവൾ ഇടയ്ക്കിടെ പറയുന്ന കാര്യമാണത്. എത്ര പ്രായം ചെന്നാലും നല്ല ചികിത്സ കിട്ടിയാൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന് അവൾ എപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഞാൻ എന്താതെ നിരുത്സാഹപ്പെടുത്തുകയാണ് പതിവ്. അത് കേൾക്കുമ്പോൾ അവൾ കരുതിയിട്ടുള്ളത് തൻ്റെ കയ്യിൽ പണമില്ല എന്നാണ്. എൻ്റെ അക്കൗണ്ടിൽ പണമുള്ളത് ഞാൻ അവളോട് പറയുകയും ചെയ്തിട്ടില്ല. അത് പറയാത്തത് ആ അക്കൗണ്ടിൽ നിന്നും പണം എടുക്കാൻ മറ്റൊരാളുടെ സഹായമില്ലാതെ എനിക്ക് പറ്റില്ല എന്നതുകൊണ്ടാണ്. ആ പണം കൊണ്ട് ഞാൻ പല പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഒരാൾക്കും അറിയില്ല. അതിൽ പ്രധാനം സാബിയുടെയും അവളുടെ മക്കളുടെയും കാര്യം തന്നെയാണ്. എല്ലാവരും അവരെ ഒഴിവാക്കിയാലും തനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. മരുമകളായിട്ടും ഒരു മകളേക്കാൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അവൾ ഞാൻ എണീറ്റ് നടക്കാൻ വേണ്ടി എത്ര ദുആ ചെയ്തിട്ടുണ്ട്, എത്രയോ ഖുർആൻ ഓതിയിട്ടുണ്ട്, സലാത്ത് ചൊല്ലിയിരിക്കുന്നുണ്ട്. അവൾ പലപ്പോഴും ജമാലിന് ഉപ്പാക്ക് നല്ല ചികിത്സ കൊടുക്കേണ്ടേ എന്ന് ചോദിക്കുന്നത് പോലും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനെന്ത് പറയാനാ മോളെ? മാഷി പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഡോക്ടർ എന്നാണ് പറഞ്ഞത്. അവരെ സംഘടന പ്രായമായ രോഗികൾക്ക് ചികിത്സയ്ക്കുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്കൊരു പൈസ പോലും ചിലവുണ്ടാവില്ല. പോരെ? അത് കേട്ടപ്പോൾ നബീസുവിൻ്റെ മുഖം തെളിഞ്ഞു. കയ്യിലുള്ള പൈസ പോവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പുഞ്ചിരിയോടെ തലയാട്ടി. അങ്ങനെയാണെങ്കിൽ പൊയ്ക്കോട്ടെ. മാഷിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി നടന്നോട്ടെ. പൈസ ചിലവാകില്ല എന്ന് കേട്ടപ്പോൾ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ നബീസുവിൻ്റെ സ്വഭാവം മാറുന്നത് കണ്ട് മൊയ്തീൻ ഹാജി മനസ്സിൽ ഊറിച്ചിരിച്ചു. അത് മാഷ് പറഞ്ഞു തന്നെ ഐഡിയ തന്നെയാണ്. കുറച്ചൊക്കെ തന്ത്രം പ്രയോഗിക്കാതെ ഇങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് ഹാജിയാർക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. എത്ര ലക്ഷം ചെലവഴിച്ചാണെങ്കിലും എണീറ്റ് നടക്കാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യും എന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ആരെങ്കിലും കൂടെ വരണോ ഉപ്പ? ആബിദ ചോദിച്ചത് കേട്ട് അയാൾ വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി. മാഷും അയാളുടെ കൂടെയുള്ളവരും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ആരുടെയും ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ആബിദ ആശ്വാസത്തോടെ തലയാട്ടി. എപ്പോഴാണ് വണ്ടി വരുന്നത്? അത് ചോദിച്ചപ്പോഴേക്കും പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ആബിദ പുറത്തേക്ക് നോക്കി. പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ചെറിയൊരു ആംബുലൻസ് ആയിരുന്നു അത്. അതിൻ്റെ മുൻസീറ്റിൽ നിന്നും ഹാജിയാർ ഇറങ്ങി. അപ്പോഴേക്കും ഒരു കാർ കൂടി അവിടെ വന്ന് നിന്നു. അതിൽ നിന്ന് 4-5 ചെറുപ്പക്കാരും ഇറങ്ങി. ആചാര്യേ, നിങ്ങൾ വസ്ത്രങ്ങളൊക്കെ മാറിയോ? ഹാജിയാർ ചോദിച്ചത് കേട്ട് ആബിദ തലയാട്ടി. ഹാജിയാർ തിരിഞ്ഞു തൻ്റെ കൂടെയുള്ളവരെ നോക്കി. കാര്യം മനസ്സിലായതുപോലെ അവർ അകത്തേക്ക് കയറി. ഒരു സ്ട്രക്ചറും കൊണ്ടാണ് അവർ പോയത്. ശ്രദ്ധയോടെ ഹാജിയാരെ അവർ അതിലേക്ക് കിടത്തി. എന്നിട്ട് പതിയെ ഉയർത്തിയെടുത്ത് നേരെ ആംബുലൻസിൻ്റെ പിറകിലേക്ക് കടത്തി. ഞാനും ഉമ്മയും കൂടി വരാം. മാഷും കൂടെയുള്ളവരും എന്ത് വിചാരിക്കുമെന്ന് കരുതി ആബിദ പെട്ടെന്ന് പറഞ്ഞു. വേണ്ട മോളെ, ഞാനും എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇല്ലേ, നിങ്ങളാരും കൂടെ വരേണ്ട കാര്യമില്ല. എന്നാലും ആബിദയുടെ വർത്തമാനം കേട്ട് മാഷ് മനസ്സിൽ ചിരിച്ചു. എങ്കിലും അയാൾ അവളെ അപമാനപ്പെടുത്തുന്ന ഒന്നും പറഞ്ഞില്ല.
ഇത്രയും കാലമായിട്ടും ആബിദ എന്ന മകൾ മൊയ്തീൻ ഹാജിക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് നന്നായി അറിയുന്നവനായിരുന്നു അയാൾ. നബീസുവിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് അവൾക്കും. തിന്ന ചോറിന് നന്ദി കാണിക്കാത്ത വർഗം. വേണ്ട മോളെ, തൽക്കാലം ഞാൻ തന്നെ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ഞാൻ വിളിച്ചോളാം. ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണിക്കുന്ന എന്നല്ലേ. ഞങ്ങൾ ആംബുലൻസിൽ പോവും, അതേ ആംബുലൻസിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യും. ആബിദ പതിയെ തലയാട്ടി. അപ്പോഴാണ് അവൾക്ക് ശരിക്കും ആശ്വാസമായത്. അയാൾ തന്നോട് കൂടെ വരാൻ പറഞ്ഞിരുന്നെങ്കിൽ ആകെ പെട്ടുപോയനെ എന്ന് അവൾ ഓർത്തു. അത് മാഷിനും മനസ്സിലായിരുന്നു. എങ്കിൽ അയാൾ ഒന്നും പറഞ്ഞില്ല. അല്പം കഴിഞ്ഞപ്പോൾ ആംബുലൻസ് മുന്നോട്ട് നീങ്ങി. 1 മണിക്കൂർ നേരത്തെ ഓട്ടത്തിന് ശേഷം അത് നേരെ വലിയൊരു ഹോസ്പിറ്റലിന് മുമ്പിൽ നിന്നു. കാര്യങ്ങളൊക്കെ മാഷി വിളിച്ച് സംസാരിച്ചതുകൊണ്ട് നേരെ ഡോക്ടർ വന്ന് പരിശോധിച്ചു. ഉപ്പ, ഇവിടെ തൊടുമ്പോൾ അറിയുന്നുണ്ടോ? ഹാജിയുടെ ദേഹത്ത് പല ഭാഗങ്ങളിലുമായി തൊട്ടുകൊണ്ട് ഡോക്ടർ ചോദിച്ചു. പല സ്ഥലങ്ങളിലും തൊടുമ്പോൾ ഇല്ല എന്നായിരുന്നു അയാളുടെ മറുപടി. പരിശോധന കഴിഞ്ഞ് ഡോക്ടർ മാഷിയെ നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇതിന് പ്രത്യേകിച്ച് പ്രതിവിധികളൊന്നുമില്ല. പ്രായമായി, കൂടാതെ ഞരമ്പുകളൊക്കെ വീക്കാണ്. ചികിത്സ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മാഷി ചിരിയോടെ ഡോക്ടറെ നോക്കി. അതൊക്കെ എനിക്കും അറിയാം ഡോക്ടർ. പണം വെറുതെ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഇത് പറയുന്നത് എന്നും എനിക്കറിയാം. ഏതായാലും ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കാം. എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടർ അന്ന് പറഞ്ഞതുപോലെ നോക്കാലോ. ആയുർവേദം നോക്കാലോ. ഒന്ന് എണീറ്റ് നടന്നു കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ? ഡോക്ടർ ഒന്നും മൂളി. സത്യത്തിൽ ഒന്നും വേണമെന്നില്ല. ആയുർവേദത്തിന് അവരുടേതായ ചില രീതികളുണ്ട്. ഇവിടുത്തെ ടെസ്റ്റ് റിസൾട്ടൊന്നും അവർക്ക് വേണമെന്നില്ല. എന്നാലും ഒന്ന് ചെയ്തു നോക്കാലോ. ഡോക്ടർ ചിരിയോടെ അയാൾ നോക്കി. മാഷി പറഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. സാധാരണ ഞങ്ങളെപ്പോലെ വലിയ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് എപ്പോഴും ചീത്തപ്പേര് ഉണ്ടാവാറുണ്ട്. എന്നോട് തന്നെ പലരും അത് ചോദിച്ചിട്ടുണ്ട്. മരിച്ച പേഷ്യൻറ്റിനെ പോലും വെന്റിലേറ്ററിലിട്ട് പണം വാങ്ങിക്കാറില്ല എന്നൊക്കെയാണ് ചോദ്യം. അതിനൊന്നും എനിക്ക് മറുപടിയില്ല. മരണം ഉറപ്പായി കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലും അങ്ങനെ ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ചില ഹോസ്പിറ്റലുകാരുടെ സ്വഭാവം പെരുമാറ്റവും കാണുമ്പോൾ അങ്ങനെ ആളുകൾക്ക് തോന്നുന്നത് സ്വാഭാവികം. മുൻപ് ഞാൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരുന്നു. വളരെ പ്രായം ചെന്ന ആളുകളെപ്പോലും അനാവശ്യമായി വെന്റിലേറ്ററിൽ കിടക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു പേഷ്യൻറ്റിനും അങ്ങനെ സംഭവിച്ചു. അദ്ദേഹത്തിന് 100% മസ്തിഷ്കമരണം സംഭവിച്ചുവെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ പഠിച്ച വൈദ്യശാസ്ത്ര പ്രകാരം അങ്ങനെയായിരുന്നു. അന്ന് ഉച്ചക്കാണ് എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചത്. പിന്നെ 2 ദിവസത്തേക്ക് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഞാൻ പോവാതിരുന്ന 2 ദിവസം ആ രോഗി വെന്റിലേറ്ററിൽ തന്നെ കഴിഞ്ഞു. മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നത് വീട്ടുകാർ ആരും അറിഞ്ഞില്ല എന്നതായിരുന്നു സത്യം. എന്നിലെ ഡോക്ടർക്ക് ഒരിക്കലും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമായിരുന്നു. ഒരു വിവാദമുണ്ടാക്കണ്ട എന്ന് കരുതി ഞാനത് ക്ഷമിച്ചു. പിന്നീട് ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടേ ഇല്ല. അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഒത്തിരി പേർ അറിഞ്ഞിട്ടുണ്ട്. അന്ന് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞത്. അത് പിന്നെ വലിയ വിവാദമാവുകയും ചെയ്തു. ശരിയാണ്, ഡോക്ടർ തലയാട്ടി. ഹാജിയാരി കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അന്ന് അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഞാൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ്. അന്ന് നേരാവണ്ണം ചികിത്സിച്ചിരുന്നെങ്കിലേ കുറച്ച് പണം മുടക്കിയാലും അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമായിരുന്നു. എന്നിട്ട് എന്താണ് താങ്കൾ അത് മക്കളോട് പറയാതിരുന്നത്? പറഞ്ഞില്ല എന്ന് ആര് പറഞ്ഞു? അദ്ദേഹത്തിൻ്റെ ഇളയ മോനും മോളും കൂടിയാണല്ലോ അവസാനം എൻ്റെ മുറിയിലേക്ക് വന്നത്. ചികിത്സിക്കാൻ എഴുന്നേറ്റ് നടക്കാൻ എത്ര സാധ്യതയുണ്ട് എന്ന് എന്നോട് ചോദിച്ചു. 30% സാധ്യതയുണ്ടെന്ന് ഞാനും പറഞ്ഞു. ചികിത്സയ്ക്ക് എത്ര പണം വേണ്ടി വരുമെന്നായിരുന്നു അടുത്ത ചോദ്യം. ഏകദേശം ഒരു തുക പറഞ്ഞപ്പോൾ അത്രയൊക്കെ പണം ഇനി മുടക്കണോ എന്നായിരുന്നു അവരുടെ സംശയം. അന്ന് ആ പൈസ മുടക്കിയിരുന്നെങ്കിൽ എന്തായാലും എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമായിരുന്നു. ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ്. ആയുർവേദം നോക്കാമെന്നും പറഞ്ഞു കൊണ്ടുപോയതാണ്. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അത് കണ്ടാൽ തന്നെ അറിയാം. മാഷി പതിയെ തലയാട്ടി. തൻ്റെ മക്കൾ ഇങ്ങനെയൊന്നുമല്ലല്ലോ എന്ന് തന്നോട് പറഞ്ഞതെന്ന് നിരാശയോടെ ഹാജിയാർ ഓർക്കുകയായിരുന്നു. അപ്പോൾ അയാളുടെ 2 കണ്ണുകളിലൂടെയും കണ്ണുനീർ ഒഴുകി. എന്നോട് അന്ന് ഒരാരും ഒന്നും പറഞ്ഞില്ല, നിരാശയോടെ മൊയ്തീൻ ഹാജി പറഞ്ഞു. മാഷും ഡോക്ടറും അയാളുടെ അലിവോടെ നോക്കി. എൻ്റെ മൂത്ത 2 മക്കളും കൂടെ ഉണ്ടായിരുന്നെങ്കിലേ അന്ന് എനിക്ക് ഈ അവസ്ഥ വരൂലായിരുന്നു. അന്ന് ജമാലും ആബിദയായിരുന്നു എൻ്റെ കൂടെ വന്നിരുന്നത്. അവർ 2 പേരും എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. സ്വത്തുക്കൾ കൈവിട്ട് പോകണ്ട എന്ന് കരുതിയിട്ടുണ്ടാവും. സാരില്ല, എല്ലാം പഠിച്ചവൻ്റെ വിധി.
മാഷ് ദേഷ്യത്തോട് ആചാര്യ നോക്കി. ഞാൻ നിന്റെ മുഖത്തൊന്ന് തരും. ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് നിന്റെ മൂത്ത് 2 മക്കൾക്കും മാത്രമേ നിന്റെ സ്വഭാവം കിട്ടിയിട്ടുള്ളൂ എന്ന്. ഇളയ 2 മക്കൾക്കും നിന്റെ ഭാര്യയുടെ അതേ സ്വഭാവം കുരുട്ടുബുദ്ധിയും ഒക്കെയാണ്. ഇനി എന്താന്ന് വേണ്ടതെന്ന് വെച്ചാൽ നീ തന്നെ തീരുമാനിക്ക്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ എല്ലാത്തിനെയും ഒരു പാഠം പഠിപ്പിക്കുമായിരുന്നു. നിന്നെക്കൊണ്ട് അതിനൊന്നും പറ്റൂല. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിനക്ക് ഭാര്യയെ പേടിക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല. നീ അവളെ പേടിച്ചതാണ് നിന്റെ ഏറ്റവും വലിയ പരാജയം. ഹാജിയാർ ചമ്മലോടെ ചിരിച്ചു. നീ അങ്ങനെ എളിക്കൊന്നും വേണ്ട. അതൊക്കെ ആദ്യമേ നോക്കണമായിരുന്നു. ഇനിയിപ്പോൾ നിയന്ത്രിക്കാൻ നിന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോവും. നിന്റെ ഭാര്യൻ്റെയും ഇളയ 2 മക്കളുടെയും സ്വഭാവം ശരിക്കും നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് എണീറ്റ് നടക്കാൻ സാധ്യതയുണ്ടായിരുന്നു. നല്ലതുപോലെ പൈസ കൊടുത്ത് ചികിത്സിച്ചു കഴിഞ്ഞാൽ നിനക്ക് കൂളായി നടക്കാൻ കഴിയായിരുന്നു. ആയുർവേദം നോക്കിയാൽ തന്നെ എളുപ്പത്തിൽ എല്ലാം നടക്കുമായിരുന്നു. അതിന് പകരം അവർ നിന്നെ ഒരു മുറിയിൽ അടച്ചിട്ടു. കണ്ടില്ലേ? കോടികളെ സ്വത്തുണ്ടായിട്ടും നിനക്കൊരു ഹോം നേഴ്സിനെ വെച്ച് തരാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. കഴിയാത്തതല്ല, അവർക്ക് അതിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതാണ് സത്യം. എനിക്ക് കോടികളുടെ സ്വത്തൊന്നുമില്ല. ഹാജിയാർ പതിയെ പറഞ്ഞു. നിന്റെ മക്കളെ 3 വീടുകൾ ഇരിക്കുന്ന സ്ഥലം ഇപ്പോഴും നിന്റെ പേരിൽ തന്നെയല്ലേ? അതെ. അത് എത്ര സെൻറ്റ് സ്ഥലം ഉണ്ടാവും? 50 സെൻറ്റ്. നിന്റെ വീടിൻ്റെ ഭാഗത്ത് സെൻറ്റിന് എത്ര ലക്ഷം രൂപയെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയോ? ഇല്ല, അതൊന്നും അറിയില്ല. എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 4 ലക്ഷം രൂപയാണ് അവിടുത്തെ സെൻറ്റിനുള്ള വില. അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്ഥലത്തിന് തന്നെ 2 കോടി വിലയുണ്ടാവും. 3 വീടിൻ്റെ വില വേറെ. പിന്നെ നിൻ്റെ ആ മലഭാഗത്തുള്ള സ്ഥലമില്ലേ, തോട്ടം, അത് ഏകദേശം 1 ഏക്കറോളം സ്ഥലമില്ലേ? അവിടെ അത്യാവശ്യം വില കിട്ടും. അങ്ങനെയാണെങ്കിൽ അതുണ്ട് ഒരു 1.5 കോടിക്ക്. പിന്നെ നിൻ്റെ ബാങ്കിലുള്ള പണം. പിന്നെ എനിക്ക് വയനാട്ടിലും കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, അതും ഇപ്പോഴും എൻ്റെ പേരിലല്ലേ? പിന്നെന്താ ഈ ഇങ്ങനെ ബേജാറായി നിൽക്കണേ? ഈ നോക്കാത്ത മക്കൾക്ക് വേണ്ടി എടുത്തു വെച്ചാണോ അതൊക്കെ? ആദ്യം സ്വന്തം ശരീരത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി ചിലവഴിക്ക്. എന്നിട്ട് ബാക്കി കൊടുക്കാം മക്കൾക്കൊക്കെ. എൻ്റെ സ്ഥലം വിറ്റ് തെളിച്ചിട്ടാണ് ഈ മേഖല. നിന്നെ എഴുന്നേറ്റ് നടത്തിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എങ്കിൽ ഞാനൊരു കാര്യം പറയാം. എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു. പറയൂ. ആവേശത്തോടെ മാഷ് പറഞ്ഞു. വയനാട്ടിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആയുർവേദ ഡോക്ടറാണ്. പാരമ്പര്യ ചികിത്സകൻ കൂടിയാണ്. അദ്ദേഹത്തിന് അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. കിടത്തി ചികിത്സയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ. എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത 100 കണക്കിന് രോഗികളെ ഇതുവരെ അദ്ദേഹം സുഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. എനിക്ക് വന്ന 3 പേഷ്യൻറ്റിനെ ഞാൻ അങ്ങോട്ട് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് അസുഖം മാറിയിട്ടുണ്ട്. പക്ഷെ സമയം വേണ്ടിവരും. 6 മാസമെങ്കിലും അവിടെ താമസിച്ച് ചികിത്സ നടത്തേണ്ടി വരും. അത്യാവശ്യം നല്ലൊരു തുകയും ആവും. ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ അവസ്ഥക്ക് നല്ല മാറ്റം വരും. അതൊന്ന് നോക്കണം. തീർച്ചയായും നോക്കാം. ഹാജിയാർക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പേ മാഷ് പെട്ടെന്ന് പറഞ്ഞു. അത് നോക്കാം. ഡോക്ടർ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്. എന്താണ് ഹാജിയാരുടെ അഭിപ്രായം? അയാൾ എന്തു പറയണമെന്ന് അറിയാതെ ഡോക്ടറുടെയും മാഷിൻ്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. എനിക്ക് മക്കളോടൊന്ന് ചോദിക്കണം. നീ ഒരാളോടും ചോദിക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നതങ്ങ് കേട്ടാൽ മതി. അവരോടൊക്കെ ചോദിച്ചാലേ പല ന്യായങ്ങളും കാണും. എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും നല്ല മാറ്റങ്ങൾ നിനക്കുണ്ടാവും. പൂത്ത പണവും സമ്പത്തും ഉണ്ടല്ലോ നിനക്ക്. അതിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാതെ കുറച്ച് ചിലവഴിക്കാൻ നോക്ക്. നിന്നെയൊക്കെ എന്തിനു കൊള്ളാം? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കയ്യിലുള്ള പണം കൊണ്ട് മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ലോകം ചുറ്റി വന്നേനെ. ഇനിയിപ്പോൾ ആരോടും ഒന്നും ചോദിക്കാനും പറയാനൊന്നും നിൽക്കണ്ട. ഇതൊന്ന് സമ്മതിച്ചേക്ക്. ഹാജിയാർ പതിയെ തലയാട്ടി. ഇനി ഒന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും 6 മാസം നിനക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാമല്ലോ. വയനാടിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിനക്കറിയില്ലേ? അവിടെ നോക്കാനും പിടിക്കാനും ഒക്കെ ആളുണ്ടാവും. പിന്നെ കുറേ ചികിത്സയും. ഇപ്പോഴത്തെ നിൻ്റെ അവസ്ഥയൊക്കെ മാറും. നീ ആ വീട്ടിലെങ്ങനെ അടച്ചുപൂട്ടി ഇരുന്നിട്ടാ എങ്ങനെ? നമുക്ക് പഠിച്ചവന് പണം തന്നിരിക്കുന്നതേ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനാണ്. ഇനി പണം ചിലവുമല്ലോ എന്നോർത്ത് നീയൊന്നും ചെയ്യാതെ പണം മുഴുവനും മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചാലും നിൻ്റെ മക്കൾ നിൻ്റെ മരണശേഷം നിനക്ക് വേണ്ടി 1 രൂപ പോലും ചിലവാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നീ സക്കാത്തൊക്കെ കൃത്യമായി കൊടുക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അത് പഠിച്ചവനുള്ളതാണ്. നിനക്ക് വേണ്ടിയും പൈസ ചിലവഴിക്കണമല്ലോ. മൊയ്തീൻ ഹാജി എല്ലാം സമ്മതമാണ് എന്ന അർത്ഥത്തിൽ തലയാട്ടി. ഈ ഒരു ധൈര്യം താൻ മുൻപ് കാണിച്ചിരുന്നെങ്കിൽ തൻ്റെ കുടുംബത്തിൽ അനിഷ്ടകരമായ പല സംഭവങ്ങളും നടക്കില്ലായിരുന്നു എന്ന് ഖേദത്തോടെ അയാൾ ഓർത്തു. എന്നാൽ പിന്നെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ട്ടോ. ഡോക്ടർ പറഞ്ഞത് കേട്ട് മാഷ് തലയാട്ടി. മൊബൈൽ എടുത്ത് അവിടെ വെച്ച് തന്നെ ഡോക്ടർ ആ നമ്പറിലേക്ക് വിളിച്ചു.
നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കേട്ടോ, ഒരാൾക്കുള്ള ഒഴിവുണ്ട് എന്നാണ് പറഞ്ഞത്. അതൊരു അറബിക്ക് വേണ്ടി ബുക്ക് ചെയ്തതായിരുന്നു. അയാൾക്ക് വിസയുടെ എന്തോ ഇഷ്യൂ ഉള്ളത് കൊണ്ട് വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന ഒഴിവാണ്. എന്നാൽ പിന്നെ നമുക്ക് പോകാമല്ലോ അല്ലേ? ഡോക്ടർ പറഞ്ഞത് കേട്ട് മൊയ്തീൻ ഹാജി തലയാട്ടി. എങ്കിൽ നേരം കളയുന്നത് എന്തിനെ? നമ്മുടെ കയ്യിൽ ആംബുലൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ തന്നെ നേരെ വിട്ടാലോ? ഇപ്പോൾ പോയാൽ 2-3 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. കാര്യങ്ങളൊക്കെ എത്തിരി നേരത്തെ ആയാൽ നല്ലതല്ലേ? അല്ലോ, ഇന്ന് തന്നെ പോണോ? ഹാജിയാർ അറിയാതെ ചോദിച്ചു. നിനക്ക് എഴുന്നേറ്റ് നടക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ? അതോ നിന്റെ കെട്ടിയോളുടെ കുത്തുവാക്കുകൾ കേട്ട് അവിടെ തന്നെ വടി പോലെ അങ്ങനെ കിടന്നാൽ മാത്രം മതിയോ? പറ. എനിക്ക് എഴുന്നേറ്റ് നടക്കണം. എങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, എല്ലാം ഞാൻ തീരുമാനിച്ചോളാം. ഇന്ന് തന്നെ പോയി അഡ്മിറ്റ് ആകാൻ പറ്റുമോ ഡോക്ടറെ? പിന്നെന്താ, നല്ല കാര്യങ്ങൾക്ക് നേരവും കാലമൊന്നും നോക്കരുത് എന്ന് പറയാറില്ലേ? ഞാൻ അവനെ വിളിച്ചു പറയാം, എല്ലാ കാര്യവും അവൻ നോക്കും. ബൈസ്റ്റാൻഡറായി ആരെങ്കിലും നിൽക്കേണ്ടി വരുമോ? വേണ്ട, എല്ലാത്തിനും അവിടെ ആളുകളുണ്ടാവും. വീട്ടിലുള്ള ആരും വേണ്ട. പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ചികിത്സകളാണ്. ഭക്ഷണവും ചികിത്സയും എല്ലാം അവിടെ തന്നെ ഇരിക്കും. കുറച്ച് പണം ചിലവാകും കേട്ടോ. അതൊന്നും സാരമില്ല ഡോക്ടർ, ഹാജിയാർ പെട്ടെന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിലൊന്ന് കയറണം. എൻ്റെ അലമാരിയിലൊരു ചെറിയ ബാഗുണ്ട്. അതിൽ ബാങ്കിലെ ചെക്ക് ബുക്കും അക്കൗണ്ട് ബുക്കും എല്ലാം ഉണ്ട്. പോകുന്ന വഴിക്ക് പണം എടുത്തു പോവാം. അതല്ല, നിനക്ക് ATM കാർഡൊന്നുമില്ലേ? ഉണ്ട്, അതും ആ ബാഗിൽ തന്നെയാണ്. അതിനുള്ള വഴി ഉണ്ടാക്കാം. ഞാൻ ഒരാളെ അങ്ങോട്ട് വിടാം. അതൊന്ന് എടുത്തു കൊടുക്കാൻ നിൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ മതി. അങ്ങനെ പോരെ? അയാൾ ഒന്ന് മൂളി. അയാൾക്ക് ചെറിയൊരു ഭയമുണ്ടായിരുന്നു. ആ ബാഗിലാണ് ATM കാർഡും ചെക്ക് ബുക്കും ഉള്ളത് എന്ന് അവൾക്കറിയാം. അത് ചിലപ്പോൾ നബീസു എടുത്തു തരണമെന്നില്ല. എങ്കിലും അയാൾ നബീസുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. 2 തവണ വിളിച്ചിട്ടും അവർ ഫോൺ എടുത്തില്ല. അല്പം കഴിഞ്ഞപ്പോൾ നബീസു തിരിച്ചു വിളിച്ചു. നബീസും ആബിദയും ടൗണിൽ പോയിരിക്കുകയാണ് എന്ന് കേട്ടപ്പോൾ അയാളുടെ മനസ്സ് ഇടിഞ്ഞു. അവർ വീട് പോയി കാണുമെന്ന് അയാൾക്ക് മനസ്സിലായി. പെട്ടെന്നാണ് ATM കാർഡ് പേഴ്സിൽ വെച്ച കാര്യം അയാൾ ഓർക്കുന്നത്. അയാൾ വേഗം സ്പേസ് എടുത്തു നോക്കി. അതിൽ ഉണ്ടായിരുന്നു ATM കാർഡ്. നിൻ്റെ പേഴ്സിൽ തന്നെ ഉണ്ടല്ലോ, ഇത് മതിയാവും തൽക്കാലം, മാഷി പെട്ടെന്ന് പറഞ്ഞു. അതോടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമായി. എത്രയും പെട്ടെന്ന് വയനാട്ടിലേക്ക് പോകണമെന്ന് തന്നെ അവർ തീരുമാനിച്ചു. എനിക്ക് ഒരാളോട് മാത്രം വിളിച്ചു പറയാനുണ്ട്. മാഷി പെട്ടെന്ന് ഹാജിയാരെ നോക്കി. സാബിയോട് പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല. അവൾ എത്രയോ തവണ എന്നോട് നല്ല ചികിത്സ കിട്ടിയാൽ നിങ്ങൾ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ചികിത്സക്ക് പോകുമ്പോൾ അവളോട് പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. മാഷി പതിയെ തലയാട്ടി. കുറേ ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ ഫോണിൽ നിന്നും സാബിയുടെ നമ്പറിലേക്ക് വിളിച്ചു. കാത്തിരുന്ന പോലെ ആദ്യത്തെ റിങ്ങിൽ തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. അസ്സലാമു അലൈക്കും ഉപ്പ. വലൈക്കും അസ്സലാം. ഉപ്പ വിളിക്കുന്നത് കാത്തിരിക്കുകയാണ് ഞാൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇന്നലെ രാത്രി നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഉപ്പ എഴുന്നേറ്റ് നടക്കുന്നതും എന്നെ കാണാൻ വരുന്നതൊക്കെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. രാവിലെ ഞാൻ കുറേ കരഞ്ഞു. ഉപ്പയെ വിളിച്ചാലോ എന്ന് കുറേ തവണ ആലോചിച്ചു. വിളിച്ചാൽ പലപ്പോഴും ഉമ്മയാണ് ഫോൺ എടുക്കുക. അതാ പേടിച്ച് വിളിക്കാതിരുന്നത്. ഹാജിയായുടെ കവളിലൂടെ കണ്ണുനീർ ഒഴുകുന്നത് മാഷും ഡോക്ടറും കണ്ടു. അത് പറയാനാണ് മോളെ ഞാൻ വിളിച്ചത്. ഞാനേ ഇന്ന് വയനാട്ടിലേക്ക് പോവാണ്. അവിടെ നല്ലൊരു ആയുർവേദ ഡോക്ടറുണ്ട്. 6 മാസം ഇനി അവിടെ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് ഉപ്പ നടന്നു തന്നെ മോളെ കാണാൻ വരും. അതുവരെ മോൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത വിധത്തിൽ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉപ്പ ചെയ്തിരിക്കും. മോള് വിഷമിക്കില്ലട്ടോ. മക്കളെവിടെ? അഭിമാനത്തോടെയായിരുന്നു അയാൾ അത് പറഞ്ഞത്. ആരൊക്കെ എതിർത്താലും തൻ്റെ സന്തോഷത്തിനായിരിക്കണം ഇനി മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന് അയാൾ തന്നെയായിരുന്നു അപ്പോൾ മനസ്സിൽ ഓർത്തത്. നബീസു ചാടിക്കയറി എന്തെങ്കിലും പറയാൻ വന്നാൽ അവളുടെ കവിൾത്തടം അടിച്ചു പൊടിക്കണമെന്നും അയാൾ മനസ്സിൽ ഉറപ്പിച്ചു. കിടപ്പിലായി പോയ മൊയ്തീൻ ഹാജിയിൽ നിന്നും പഴയ മാളിയേക്കൽ മൊയ്തീൻ ഹാജിയായി മനസ്സുകൊണ്ട് അയാൾ മാറാൻ തുടങ്ങിയിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.